എല്ലാവർക്കും നമസ്കാരം. ഈ ബയോട്ടോറിയം എന്ന കമ്പനിയുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളുടെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളിലും വളരെയധികം സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ബയോട്ടോറിയം എന്ന കമ്പനിയുടെ ജൈവകാന്തിക ഉൽപ്പന്നങ്ങൾ. പലതരത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിൽ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഈ ബയോട്ടോറിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, ജൈവകാന്തങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പലർക്കും അനുഭവ സാക്ഷ്യവും ഉള്ളതാണ്. ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള വേദനകൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ വിഷയം കൊണ്ടുണ്ടാകുന്ന രക്തചംക്രമണ വ്യവസ്ഥയുടെ അപര്യാപ്തത അതുകൊണ്ടുണ്ടാകുന്ന 200-ലധികം പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾ എന്ന് നമുക്കതിനെ വിളിച്ചുകൂടാം, പ്രശ്നങ്ങൾ, 200-ലധികം പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരമാണ് ശരിക്കും മാഗ്നറ്റോതെറാപ്പി. 200-ലധികം പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ നമുക്കുണ്ടാകുന്ന മൈഗ്രെയിൻ മുതൽ, മുടികൊഴിച്ചൽ മുതൽ, മൈഗ്രെയിൻ മുതൽ താഴോട്ട് തൈറോയിഡ്, വെരിക്കോസ് വെയിന്, സോറിയാസിസ്, അതുപോലെ ജോയിൻറ്റ് പെയിനുകൾ, അത്തരത്തിലുള്ള പലതരം 200-ലധികം പ്രശ്നങ്ങൾ, നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള തെരുപ്പ് അതുവരെ ഉള്ള 200-ലധികം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ശരിക്കും ഈ ബയോമാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ. നമ്മുടെ ശരീരത്തിലുള്ള രക്തചംക്രമണ വ്യവസ്ഥയെ നാം ഒരു 30 വയസ്സുള്ള സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്? യഥാർത്ഥത്തിൽ പണ്ടുള്ള ആൾക്കാർ ശരിക്കും ഒരു 50-60 വയസ്സിന് ശേഷമാണ് അവർക്ക് എന്തെങ്കിലും ശരീരത്തിൽ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ മുത്തശ്ശന്മാരും ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത്, അതായത് അന്നുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ അവർ ഭൂമിയുമായിട്ട് ഇടപഴകുകയും അവർ കൃത്യമായി അധ്വാനിക്കുകയും അവരുടെ ജീവിത രീതികളൊക്കെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ശരിക്കും ഒരു 30 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ ഡിസോർഡർ ആവുകയാണ്. അതോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഷുഗർ, പ്രഷർ, ഇതൊക്കെ ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 30 വയസ്സിന് ശേഷം ഉള്ള ആൾക്കാരിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും നമ്മൾ കൃത്യമായ നമ്മുടെ ജീവിത ശൈലിയിലുണ്ടായ വളരെ മാറ്റങ്ങൾ, ഒരു 10-20-30 വർഷത്തിന് ഇങ്ങോട്ട് നമ്മുടെ ജീവിത ശൈലിയിലുണ്ടായ മാറ്റങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. ആ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ കൃത്യമായ ആ വ്യവസ്ഥിതിയെ തകരാറിലാക്കുമ്പോഴാണ് നമുക്ക് ശരിക്ക് പ്രശ്നങ്ങളും അസുഖങ്ങളുമായിട്ട് നമുക്കുണ്ടാകുന്നത്. അധ്വാനം വളരെ കുറഞ്ഞ, ഈ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ ഈ അവസ്ഥയിൽ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്താതെ വരുമ്പോഴാണ് നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും ബ്ലഡ് എത്തേണ്ട ആവശ്യകത പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ കോശങ്ങളിലേക്കും ബ്ലഡ് എത്തുന്ന സമയത്ത് ആ കോശങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. ഏതെങ്കിലും ഒരു കോശത്തിന് കൃത്യമായിട്ട് ബ്ലഡ് എത്താതെ വരുന്ന സമയത്ത്, അതായത് നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും കടന്നു പോകുന്ന ഒരു രക്തക്കുഴലുണ്ട്, തിരിച്ച് കോശങ്ങളിൽ പുറത്തേക്ക് വരുന്ന ഒരു രക്തക്കുഴലുണ്ട്. വളരെ മൈന്യൂട്ടായ ആ കോശങ്ങൾക്കുള്ളിൽ വരെ കൃത്യമായിട്ട് ബ്ലഡിനെ എത്തിക്കലാണ് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ജോലി. എന്നാൽ അത് സംഭവിക്കാതെ വരുമ്പോൾ ആ കോശങ്ങൾ ഡാമേജ് ആവുകയും ആ കോശങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു കോശം ഡിസോർഡറായി അതിലേക്ക് ഈ കറക്റ്റ് എത്താതെ വരുമ്പോൾ അതിൻ്റെ കൺട്രോൾ തലച്ചോറിൽ നിന്നും യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മുടെ തലച്ചോറിന് കഴിയാതെ വരുന്നു. പിന്നെ കൃത്യമായിട്ട് അവിടെ
ബ്ലഡ് എത്താതെ വരുമ്പോൾ അവിടുത്തെ എല്ലാ വ്യവസ്ഥിതികളും പ്രവർത്തനരഹിതമാണ്. ഒരു കോശത്തിനുള്ളിലുള്ള എല്ലാ വ്യവസ്ഥിതികളും പ്രവർത്തനരഹിതമാവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോശങ്ങൾ ഡിസോർഡർ ആകുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ ആ ഡിസോർഡർ ആയത് അതിൻ്റെ അടുത്ത കോശങ്ങളിലേക്ക് ബാധിക്കും, അതിനടുത്ത കോശങ്ങളിലേക്ക് ബാധിക്കും. അങ്ങനെ 5 മുതൽ 10 വരെ വർഷത്തിന് ശേഷമാണ് ശരിക്കും നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പുറം ഭാഗങ്ങളിലേക്ക് നമ്മൾ അറിയുന്നത്. എന്നാൽ അത് രക്തചംക്രമണ വ്യവസ്ഥയുടെ അപര്യാപ്തത മൂലം നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നമ്മളത് ശ്രദ്ധിക്കാതെ വിടുകയാണ്, നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാതെ വിടുകയാണ് ശരിക്കും. അപ്പം അത്തരത്തിൽ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെ കറക്റ്റ് ഓർഡറിലേക്ക് ഈ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ കൃത്യമായി ഓർഡറിലേക്ക് എത്തിക്കും. ആ ഓർഡറിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ഒരു പഴയ രീതിയിലേക്കുള്ള ഒരു രക്തചംക്രമണ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ഡാമേജ് ഇനിയും തുടർന്നും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സംരക്ഷിക്കുകയുമാണ് ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. നീർക്കെട്ടുകൾ, മാഗ്നറ്റിക് തെറാപ്പി നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മാഗ്നറ്റിക് തെറാപ്പിയുടെ ബെനിഫിറ്റുകൾ അടിച്ചു നോക്കിയാൽ നമുക്കറിയാം. നീർക്കെട്ടുകൾ പെട്ടെന്ന് ഈ തെറാപ്പിയിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നീർക്കെട്ടുകൾ ഒഴിവാകുമ്പോൾ ശരിക്കും നമുക്ക് വേദനകളിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്കറിയാം, ഒരു മുട്ടുവേദന നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കാലം അതുകൊണ്ട് നമ്മൾ കളിക്കുന്നുണ്ട് മുട്ടുവേദന മാറാൻ വേണ്ടി. അതായത് നമ്മുടെ ജോയിൻറ്റുകളിലുള്ള ഫ്ലൂയിഡുകൾ കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ കൃത്യമായി അതിന് പ്രോട്ടീനും മറ്റുള്ള കാര്യങ്ങളും ബ്ലഡ് എത്തിച്ചു കൊടുക്കണം. ആ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് എത്താതെ വരുമ്പോൾ നമ്മുടെ തലച്ചോറ് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്, ഒരു അപായ സൂചനയാണ് നമുക്കുണ്ടാകുന്ന വേദന. അവിടെ നീര് വരും. അപ്പോൾ നീര് വരുമ്പോൾ നമുക്ക് വേദന വരും. അപ്പോൾ അവിടെ ബ്ലഡ് എത്തുന്നില്ല, അവിടെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം തലച്ചോറ് നമുക്ക് തരുന്നതാണ് നമുക്ക് ജോയിൻറ്റുകളിലെ വേദന. ശരിക്കും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു മൂവോ അല്ലെങ്കിൽ അതിനൊരു ഗുളികയോ കുടിച്ച് ആ ഭാഗം മരവിപ്പിച്ച് കളയും. എന്നാൽ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഒരിക്കലും മാറുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കാലങ്ങളോളം നമ്മൾ ആ വേദന കൊണ്ടുവരുന്ന അവസാനം ഒരു 8-10 വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് ഡോക്ടറെ എത്തുന്ന സമയത്ത് ഡോക്ടർ പറയും ഇത് താഴ്ന്നു തീർന്നു പോയി, ഓപ്പറേഷൻ ചെയ്യണമെന്ന രീതിയിലേക്ക് എത്തപ്പെടും. എന്നാൽ ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴുള്ള ചെറിയ വേദനകൾ കാര്യങ്ങളൊക്കെ അതിലേക്ക് കൃത്യമായ രീതിയിൽ ബ്ലഡ് എത്തുന്ന സമയത്ത് അവിടെ ഈ ഫ്ലൂയിഡുകളൊക്കെ കൃത്യമായി റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും നമ്മുടെ വേദനയിൽ നമുക്ക് മുക്തമാവുകയും ചെയ്യും. അതേപോലെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് പല വിഷയങ്ങളും, അതായത് കൃത്യമായി നമ്മുടെ ശരീരത്തിലുള്ള തല മുതൽ കാല് വരെയുള്ള ഓരോ കോശങ്ങളിലും കൃത്യമായി രക്തം എത്തപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏത് ഭാഗത്താണോ കറക്റ്റ് രക്തം എത്താത്തത് ആ ഭാഗത്തെ പ്രവർത്തനം കാലക്രമേണ ശോഷിച്ച് അങ്ങനെയാണ് നമുക്ക് വയസ്സാവുന്നതൊക്കെ. അങ്ങനെയാണ് ശരിക്കും നമ്മുടെ തൊലിപ്പുറങ്ങളിലേക്ക് കൃത്യമായ രക്തം എത്താതെ വരുമ്പോൾ പുറംതൊലി ചുളിയുകയും അവിടെ മറ്റു രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യാണ്. ശരിക്കും നമുക്ക് വയസ്സാവുന്നത് തന്നെ രക്തചംക്രമണ വ്യവസ്ഥയുമായി അടിസ്ഥാനപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഹൃദയത്തിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്തപ്പെടുന്നത് നമ്മുടെ ഭൂമിയുടെ ഒരു കാന്തികത, ഭൂമിയുടെ ഗുരുത്വാകർഷണം കൃത്യമായി ഉള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ഗ്ലാസ് വെള്ളം ഉയർന്നു നിന്ന് താഴേറ്റ് ഒഴിച്ചാൽ അത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ടാണ് കൃത്യമായിട്ട് അത് താഴേക്കെത്തുന്നത്. അതേപോലെ ഭൂമിയുടെ ഈ ആകർഷണീയത കൃത്യമായി നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്തുന്നത്. അത് നമ്മുടെ ഓരോ ശരീരവും നമ്മുടെ ഭൂമിയുമായുള്ള സമ്പർക്കം നഷ്ടപ്പെടുന്നത് കൂടി തന്നെ കൃത്യമായിട്ട് അതിൽ നിന്ന് നമ്മൾ പതുക്കെ പിന്നോട്ടടിക്കപ്പെടുകയാണ്. ബയോമാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നതോടുകൂടി, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഈ ബയോമാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നതോടുകൂടി, മാഗ്നറ്റുകൾ 2 തരമുണ്ട് നമുക്കറിയാം. ഒന്ന് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, രണ്ടാമത്തത് ബയോമാഗ്നറ്റ് എന്ന് പറയുന്നത് ജന്മന കൃത്യമായിട്ട് അത് ജന്മന കാന്തികതയുള്ള പദാർത്ഥങ്ങളാണത്.
പീരിയോഡിക് ടേബിൾ നമുക്ക് 57 മുതൽ നമുക്ക് കാണാം കാന്തികതയിൽ അതിന് അതായത് ആക്ടിവിറ്റിയുള്ള മൂലകങ്ങളാണ് 57 മുതൽ. അതിൽ 60ാമത്തെ മൂലകമായ നിയോഡൈമിയം ആണ് ഈ മാഗ്നറ്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിയോഡൈമിയം എന്ന് പറയുമ്പോൾ കിങ് ഓഫ് ബയോമാഗ്നറ്റ് എന്നറിയപ്പെടുന്ന ഒരു പദാർത്ഥമാണ് നിയോഡൈമിയം. ഇത് മെഡിക്കൽ പർപ്പസിനും ഹെൽത്ത് പർപ്പസിനൊക്കെ വേണ്ടിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ആ ആകർഷണീയത, ആ വൃത്താകർഷണവുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യപ്പെടുകയും കൃത്യമായ രീതിയിൽ രക്തത്തിൻ്റെ ഫ്ലോ ഉണ്ടാകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹൃദയത്തിന് കൃത്യമായ പ്രവർത്തന വേഗത കൊടുക്കുകയും പിന്നെ ഇതിലുള്ള മാഗ്നറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ഉള്ള അയണും ഈ മാഗ്നറ്റും തമ്മിൽ പ്രവർത്തിച്ച് കൃത്യമായൊരു ഫ്ലോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുകയുമാണ് പിന്നെ ഈ മാഗ്നറ്റൊക്കെ കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. വീഡിയോ ലെങ്തായി അടുത്ത ഒരു വീഡിയോയിലൂടെ തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതാണ്.